അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളെ, നമുക്ക് എക്സാമിന് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് മാം ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഹഖീബത്തി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. അറബിയിൽ നമ്പേഴ്സ് ഏതാണെന്ന് മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവുക. ഏതൊക്കെയാണ് ഇഷുറൂൻ വരെയുള്ള നമ്പേഴ്സ് മക്കൾക്ക് എല്ലാവർക്കും അറിയൂലേ അല്ലേ? അഷറ വരെ അറിയും, ഇഷുറൂൻ വരെ നമുക്ക് സിമ്പിളാണത്. അതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ സിമ്പിളാണ് അല്ലേ. ഇതാണെങ്കിൽ അഷറ എന്ന് പറയില്ലേ, ഇത് ഹംസത്തും അഷറ. ഹംസ ആദ്യം പറയും, പിന്നെ അഷറ പറയും. ഹംസത്തും അഷറ. 15 ഹംസത്തും അഷറ എന്ന് പറയും. പിന്നെ 20 ഇഷ്റൂൻ എന്ന് പറയും. 20 എന്താ പറയുക? ഇഷ്റൂൻ. അതുപോലെ 12 ഇസ്ന അഷറ എന്ന് പറയും. ആദ്യം ഇസ്ന പിന്നെ അഷറ, ഇസ്ന അഷറ അങ്ങനെയാണ് പറയുക അല്ലേ. ഓക്കെ, അങ്ങനെ അഹദ അഷറ, ഇസ്ന അഷറ, സലാസ അഷറ അങ്ങനെ പറയും. നമുക്ക് ഇഷ്റൂൻ വരെയാണ് നമുക്ക് അങ്ങനെ പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ മഹബസ് എന്ന് പറഞ്ഞാൽ ബേക്കറിയാണ്. ഫവാക്കിഹ് പറഞ്ഞാൽ ഫ്രൂട്ട്സാണ്. ഹലറവാത്ത് പറഞ്ഞാൽ വെജിറ്റബിളാണ്. അബുൽ അത്ഫാൽ പറഞ്ഞാൽ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടാണ്. അസ്മാവും ലുഹു എന്ന് പറഞ്ഞാൽ ഫിഷും ആൻഡ് മീറ്റാണ്. അപ്പോൾ അതിന് വേർഡ് മീനിങ് ഒക്കെ എഴുതാനുണ്ടാവും കേട്ടോ. ഇവിടുന്ന് വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ എഴുതാനുണ്ടാകും. പിന്നെ ഇവിടെ കുറേ ഹിവാർ കൊടുത്തിട്ടുണ്ട്. അതിനും തന്നെ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് വേർഡ്സ് ആയിരിക്കും എഴുതാനുണ്ടാവുക കേട്ടോ. വേർഡ് മീനിങ് ആയിരിക്കും. അയ്യും മലാബിസ് തുരീദ് പറഞ്ഞാൽ ഏത് ഡ്രസ്സാണ് വേണ്ടത്. കമീസി കബീറിന്, കമീസ് എന്ന് പറഞ്ഞാൽ ഷർട്ട് അല്ലേ. കബീർ പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള കമീസും ആണെന്നൊക്കെ പറയാനല്ലേ. ജദ്ദിനാണ് വേണമെന്ന് പറയുന്നത്. ലിൽ ജദ് എന്ന് പറഞ്ഞിട്ട് ജദ്ദിന് വേണം, ഗ്രാൻഡ് പെക്കാണ് വേണ്ടതെന്നൊക്കെ പറയുന്നത്. ഇവിടെ വേർഡ് മീനിങ് ആണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്പേഴ്സാണ്. ഇഷ്റൂൻ വരെയുള്ളത് ഏതാണ്, എങ്ങനെയാണ് അതിൻ്റെ നമ്പർ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അസലുൻ ഹുൽവ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളതാണ്. അതിലും തന്നെ വേർഡ് മീനിങ് ചിലതുണ്ടാവും. മൻ ഹാസിഹി എന്ന് പറഞ്ഞാൽ ഇതാരാണ് അല്ലേ. ഹാസിഹി സൊദീഖത്തി നഹലത്ത്, ഇത് എൻ്റെ ഫ്രണ്ട് നഹലത്താണ്. ലിമ അതത്ത് നഹലത്ത് ഇലൈക്ക, എന്തിനാണ് നഹലത്ത് ഇങ്ങോട്ട് വന്നത്. ലിജം റഹീക്ക്, പൂമ്പൊടി ശേഖരിക്കാനാണ്. അതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ നോക്കുക കേട്ടോ. മാതാ തഫ് അലുബിഹി, എന്തിനാണ് അത് ചെയ്യുന്നത്. ദിസ്നൗൽ അസൽ, തേന് ശേഖരിക്കാൻ, ഹണി ശേഖരിക്കാൻ. അബി അസൽ, എനിക്ക് അസൽ വേണം. റഹ്മാൻ നഹലത്തിൻ്റെ കൂടെ പോവൂ. തൂത്തിക്കൽ അസൽ, അവൾ നിനക്ക് അസൽ തരും എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ വേർഡ് മീനിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൽ ചോദിക്കുമ്പം വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ എഴുതാനായിരിക്കും ഇതിന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അസൽ ഉലുവിൻ്റെ ആക്ടിവിറ്റിയിലുള്ളത്. ഇതിൽ നമുക്ക് പറയാനുള്ളത് ഫീ കൊണ്ടും അല കൊണ്ടും മഴ കൊണ്ടും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് കേട്ടോ. ബൈത്ത്, ജുവാഫത്ത്, കലം, ഇതുകൊണ്ടൊക്കെ കുറേ വേർഡ്സ് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഫീ എന്ന് പറഞ്ഞാൽ ഫിൽ ഹഖീബത്ത് പറഞ്ഞാൽ ബാഗിൽ, ഫിൽ ഹദീക്കത്ത് എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ, ഫിൽ കറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ, ഫിൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യിൽ. അങ്ങനെ ഏത് സെൻറ്റൻസിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്, ഫീ ഏതാണ്, എവിടെയാണ് അല ചേർക്കേണ്ടത്, എവിടെയാണ് മഴ ചേർക്കേണ്ടത്, എവിടെയാണ് ഫീ ചേർക്കേണ്ടത് എന്നൊക്കെയുള്ള എക്സാമ്പിളായിട്ട് എഴുതാനുണ്ടാവും കേട്ടോ. സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ നോക്കുക. പിന്നെ ഉള്ളത് വേർഡ്സ് എഴുതാനൊക്കെ ആയിരിക്കും. ഇവിടെ അമാമത്ത് എന്നുണ്ട് അല്ലേ, ആന്നുണ്ട്. അമാമത്ത് എന്ന് എഴുതണം. ബലാഉ എന്ന് എഴുതണം. അതുപോലെ ലുഅത്തു എന്ന് എഴുതണം. എങ്ങനെയാണ് അത് കൂട്ടി എഴുതുമ്പോൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ വേർഡ്സൊക്കെ ഉണ്ടാവും കേട്ടോ. എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, പഠിക്കുക, നല്ല കുട്ടികളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.